കഥ തുടരുന്നു. എന്തിനുള്ള പുറപ്പാടാണോ ഇത്? പിറുപിറുത്തുകൊണ്ട് തങ്കം പുറത്തിരുന്ന സാധനങ്ങളെടുത്ത് കടയ്ക്കുള്ളിൽ വെച്ചു. പിന്നെ വാതിൽ മാത്രം പൂട്ടി. അമ്മ എന്തിനെങ്ങനെ പരിഭ്രമിക്കുന്നത്? പല്ലവി നെറ്റിച്ചുളിച്ചു. നമ്മൾക്ക് അപ്പച്ചിയുമായിട്ടോ വല്യച്ഛനും വല്യമ്മയുമായിട്ടോ യാതൊരു തരത്തിലുള്ള ഇടപാടുകളുമില്ല. പിന്നെന്താ? എന്നാലും എനിക്കൊരു പന്തിക്കേട് തോന്നുന്നു. തങ്കം ഓട്ടോ പോയ ഭാഗത്തേക്ക് നോക്കി. അമ്മ വാ. പല്ലവി വള്ളത്തിൽ കയറി. പിന്നാലെ തങ്കവും. പുത്തനാറ് കുറുകെ തുഴഞ്ഞ് അവർ വീടിന് മുന്നിൽ എത്തിയപ്പോഴേക്കും ഓട്ടോയും അവിടെ വന്നു നിന്നു. ബാലുവേ, തങ്കം വിളിച്ചു. എന്തോ? അവൻ ഇറങ്ങി വന്നു. എല്ലാവരും അകത്തോട്ട് വാ പറഞ്ഞിട്ട് തങ്കം ആദ്യം വീടിനുള്ളിൽ കിടന്നു. അകത്തോട്ട് കയറിയാൽ എവിടെ ഇരിക്കാനാ? പതുക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രിക തിണ്ണയിൽ കിടന്നിരുന്ന കസേരയിലിരുന്നു. പതിവ് പോലെ വീടിൻ്റെ പിറകിലായിരുന്നു ഗോപിദാസ്. നിന്റെ തന്ത എന്തിയടാ? മാധവൻ ബാലുവിനെ നോക്കി. അപ്പുറത്തുണ്ട്, അവൻ കഴിച്ചുകൊണ്ടി. മാധവനും ഭാനുമതിയും അവിടേക്ക് നടന്നു. വീട്ടിൽ ആരോ വന്നുവെന്ന് മനസ്സിലാക്കിയ ഗോപിദാസ് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തിരിഞ്ഞു നോക്കി. മാധവനെയും ഭാനുമതിയെയും കണ്ട് അയാളുടെ മുഖത്ത് ആനന്ദവും അവിശ്വസനീയതയും അലത്തല്ലി. അച്ഛാ, അമ്മേ. ഇരുവരും അയാളെ ആകമാനം ശ്രദ്ധിച്ചു. ഗോപിദാസ് വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ ഹാൻഡ് റെസ്റ്റിൽ കൈകൾ അമർത്തി ഉയരുവാൻ ശ്രമിച്ചു. നിനക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയില്ലടാ. വെറുതെ തലയും കുത്തി വീഴണ്ട, ഭാനുമതിയാണ് പറഞ്ഞത്. ഗോപിദാസിൻ്റെ മുഖം വിളറി. പെറ്റമ്മ തന്നെയാണോ എങ്ങനെ സംസാരിക്കുന്നതെന്ന സങ്കടവും അയാൾക്കുണ്ടായി. ഒത്തിരി കാലമായല്ലോ നിങ്ങളെ രണ്ടാളെയും കണ്ടിട്ട്. ഓണത്തിനോ വിഷുവിനെങ്കിലും ഒന്നിങ്ങോട്ട് വന്നേക്കുമെന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഗോപിദാസിൻ്റെ ശബ്ദത്തിലും കണ്ണുകളിലും നനവ് പടർന്നു. ഓ പിന്നെ, ഞങ്ങളെ സ്വീകരിക്കാൻ നീ ഇവിടെ വിരുന്നൊരുക്കി വച്ചേക്കുവാണല്ലോ. ഭാനുമതി പറയുന്നത് കേട്ട് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു പല്ലവി. ഈ കുത്തി നോവിക്കൽ അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. വല്യമ്മേ, അവൾ വിളിച്ചു. ഭാനുമതി തിരിഞ്ഞു നോക്കി. കുറച്ചുകൂടി മനുഷ്യത്വത്തോടെ സംസാരിക്കാമായിരുന്നു. അച്ഛൻ്റെ ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവൾ പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല ഭാനുമതി. ഞങ്ങളാരുമല്ലല്ലോ ഇവൻ ഈ ഗതിയുണ്ടാക്കിയത്. തന്നിഷ്ടക്കാരനായിരുന്നില്ലേ ഇവൻ? അല്ലെങ്കിൽ ഏതു നിലയിൽ ജീവിച്ചേനെ? മോളെ, പെട്ടെന്ന് താക്കീത് സ്വരത്തിൽ ഗോപിദാസ് വിളിച്ചു. പല്ലവിക്ക് കാര്യം മനസ്സിലായി. താൻ സംസാരിക്കേണ്ടെന്ന്. അവൾ പിന്തിരിഞ്ഞു. ആ, ഞങ്ങൾക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ചന്ദ്രികയും വന്നിട്ടുണ്ട്. മാധവൻ ചുണ്ടാനക്കി. എന്നിട്ട് അവൾ എന്തിയേ? ഗോപിദാസ് അകത്തേക്ക് നോക്കി. തിണ്ണയിലുണ്ട്. എങ്കിൽ അങ്ങോട്ട് പോകാം, ഗോപിദാസ് വിളിച്ചു. ബാലു. അവൻ വേഗം വന്നു. വീൽ ചെയർ തിണ്ണയിലേക്ക് തള്ളിക്കൊണ്ടുപോയി. പല്ലവി ഇതിനകം വീടിനുള്ളിലുണ്ടായിരുന്ന ഏതാനും കസേരകൾ കൂടിയെടുത്ത് തിണ്ണയിലിട്ടിരുന്നു. മാധവനും ഭാനുമതിയും അതിലിരുന്നു. പിന്നെ മകളെ നോക്കി കണ്ണുകൊണ്ട് ഒരടയാളം കാണിച്ചു. തങ്കം കടുക്കാപ്പിയുമായി വന്നു. ആദ്യം അവർ ചന്ദ്രികയ്ക്ക് നീട്ടി. അവളുടെ മുഖം ചുളിഞ്ഞു. ഞാൻ കട്ടൻ കാപ്പി കുടിക്കാറില്ല. മുഖത്തടിക്കുന്ന പോലായിരുന്നു ആ ശബ്ദം. പാലിരിപ്പില്ല. തങ്കം പരുങ്ങി. ഏതായാലും ഇവൾ കൊണ്ടുവന്നതല്ലേ. മാധവൻ ഒരു ഗ്ലാസ് എടുത്തു. ഭാനുമതിയും നിരസിച്ചു. ഗോപിയേട്ടന് വേണോ? തങ്കം തിരക്കി. വേണം. അയാൾ ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് ചുണ്ടോട് ചേർത്തു. തങ്കം പിന്നോട്ട് മാറി ഭിത്തിയിൽ ചാരി നിന്നു. പല്ലവിയും ബാലുവും വാതിൽക്കലുണ്ട്. സമയം തീരെയില്ല എനിക്ക്. അതുകൊണ്ട് വന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞേക്കാം. മുഖവരിയോടെ ചന്ദ്രിക കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. ഗോപിദാസിൻ്റെയും കുടുംബത്തിൻ്റെയും കണ്ണുകൾ അവളുടെ മുഖത്തായി. ചന്ദ്രിക തുടർന്നു. ആദ്യത്തേത് ഒരു വിവാഹാലോചനയാണ്. പല്ലവി കാതു കൂർപ്പിച്ചു. ഗോപിദാസും തങ്കവും പരസ്പരം നോക്കി. ചന്ദ്രിക ബാക്കി പറഞ്ഞു. നിങ്ങൾക്ക് ഏതായാലും പല്ലവിയെ വിവാഹം ചെയ്തയക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇവൾക്ക് നല്ല പ്രായത്തിലെ ഒരു ജീവിതം കിട്ടിക്കോട്ടെ എന്നാണ് എൻ്റെ വിചാരം. പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ ഇവൾ ജീവിച്ചോട്ടെ. പല്ലവി എന്തോ ചോദിക്കാൻ ഭാവിച്ചു. പക്ഷേ തങ്കം അവളുടെ കയ്യിൽ പിടിച്ച് അരുതെന്ന് ആംഗ്യം കാണിച്ചു. ചന്ദ്രിക ഗോപിദാസിനെയും തങ്കത്തെയും നോക്കി. എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല ചന്ദ്രികയെ, ഗോപിദാസ് തിരക്കി. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പം ചെലവിനെക്കുറിച്ചാണ് ചേട്ടൻ വിചാരിക്കുന്നതെങ്കിൽ അത് വിട്ടേര്. നാലാൾ നോക്കിയാൽ യാതൊരു കുറവും തോന്നത്തില്ല. പോരെ? ഗോപിദാസിൻ്റെ മുഖത്ത് ആശ്വാസഭാവം തെളിഞ്ഞു. പല്ലവി തങ്കത്തെ ഒന്ന് തോണ്ടി. തങ്കം പെട്ടെന്ന് തിരക്കി. ചെക്കനാരാ? ചന്ദ്രിക പൊട്ടിച്ചിരിച്ചു. നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പെണ്ണാലോചിച്ചുകൊണ്ട് വരുമോടി? എൻ്റെ മോൻ തന്നെ, ഗൗതം. തലയിലൊരു പ്രഹരമേറ്റതുപോലെ തോന്നി പല്ലവിക്ക്. ചന്ദ്രിക അപ്പച്ചിയുടെ മൂത്ത മകനാണ് ഗൗതം. പക്ഷേ 4-5 തവണയേ അവൾ അവനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ കേട്ടിട്ടുണ്ട്. ഗോപിദാസിനും എന്തു പറയണമെന്നറിയാതെയായി. വിവശനായി അയാൾ തങ്കത്തിന് നേർക്ക് കണ്ണയച്ചു. തങ്കവും വിളറി നിൽക്കുകയാണ്. എന്താ, സന്തോഷമായില്ലേ? അവരുടെ മൗനത്തിലേക്ക് ചന്ദ്രികയുടെ സ്വരം വീണു. അവൾ ഇടതുകാലുയർത്തി വലതുകാലിന് മീതെ വെച്ചു. പല്ലവി ആകെ നീറിപ്പുകഞ്ഞു. താനിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അവൾ അറിഞ്ഞു. എന്താ ആരും ഇണ്ടാത്തത്? ഭാനുമതി ഗോപിദാസിനെ സൂക്ഷിച്ചു നോക്കി. വലിയ വീട്ടിലേക്ക് മോളെ പറഞ്ഞു വിടാൻ നല്ലതല്ലേടാ? അതമ്മേ,
അയാൾ നിസ്സഹായനായി. ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഭാനുമതിയുടെ മുഖം ചുവന്നു. പിന്നെ ആര്? നിന്റെ മോളും പെണ്ണും പിള്ളയുമോ? ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും അച്ഛൻ പറഞ്ഞാൽ മക്കളും അനുസരിക്കുന്നില്ലെങ്കിൽ അത് എന്തിൻ്റെ കുഴപ്പമാണെന്നറിയാമോ? കഴിവുകേട് നിന്റെ. ഗോപിദാസ് വിളറിച്ചിരിച്ചു. ഞാനിപ്പോൾ കഴിവുകെട്ടവനാണല്ലോ അമ്മേ. ഭാനുമതി ദേഷ്യത്തോടെ പിന്നെയും എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ പല്ലവി തടഞ്ഞു. വല്യമ്മേ, എൻ്റെ അച്ഛനെ ഒന്നും പറയരുത്. അവൾ ഒച്ച വച്ചു. പറഞ്ഞാൽ നീ എന്തു ചെയ്യുമടി? എന്നെ തല്ലുമോ? ഭാനുമതിയുടെ രോഷം അവളോടായി. ഒരിക്കലുമില്ല വല്യമ്മേ. അത്തരം ഗുരുത്വദോഷങ്ങളൊന്നും എൻ്റെ അച്ഛനമ്മമാർ എന്നെയും ബാലുവിനെയും പഠിപ്പിച്ചിട്ടില്ല. ഓ, നീട്ടി പറഞ്ഞുകൊണ്ട് ഭാനുമതി ചിറി കൂട്ടി. പല്ലവി ഗോപിദാസും തങ്കവും ശാസിക്കും കണക്കെ അവളെ വിളിച്ചു. രണ്ടുപേരും ക്ഷമിക്കണം. പല്ലവിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അച്ഛനെയും അമ്മയെയും ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ, പരിഹസിച്ചാൽ അത് കേട്ടുകൊണ്ട് നിൽക്കില്ല ഞാൻ. കാരണം അച്ഛനമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും എനിക്കറിയാം. രക്തബന്ധത്തിൻ്റെ മഹിമയും അറിയാം. വികാരവിക്ഷോഭത്താൽ കിതച്ചു പോയി പല്ലവി. തങ്ങളെ ഉദ്ദേശിച്ചാണ് പല്ലവി അവസാന വാചകങ്ങൾ പറഞ്ഞതെന്ന് മാധവന് മനസ്സിലായി. ഭാനുമതിക്കും ചന്ദ്രികയ്ക്കും മനസ്സിലായി. പല്ലവി ചന്ദ്രികയുടെ നേർക്ക് തിരിഞ്ഞു. അപ്പച്ചി ക്ഷമിക്കണം. ഗൗതം ചേട്ടനെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ചന്ദ്രിക ചാടി എഴുന്നേറ്റു. അതെന്താടി? വലിയ ആർഭാടത്തോടെ കഴിയുന്ന നിങ്ങളുടെ വീട്ടിൽ എനിക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടും. ഈ കൊച്ചു വീട്ടിലെ സ്നേഹവും നന്മയും എനിക്ക് തരുന്ന ആനന്ദം നഷ്ടമാകും. ഞാൻ മറ്റൊരാളായി പോകും. ബാലുവിനെ അവൾ ചേർത്ത് പിടിച്ചു. ആവശ്യത്തിലധികം പണമുണ്ടാകുമ്പോൾ ഇവനോട് പോലും എനിക്ക് അവജ്ഞ തോന്നിയേക്കും. ഓ, ഒരു വലിയ മദർ തെരേസ. ചന്ദ്രിക പുച്ഛിച്ചു. നിന്റെ കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് പണം കൂടിപ്പോയതാണോ കുഴപ്പം? എൻ്റെ ഗൗതത്തെക്കുറിച്ച് നിനക്ക് പരാതിയുണ്ടോ? അതും കൂടി അറിഞ്ഞാൽ നന്നായി. ഞങ്ങളെക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരു പെണ്ണുമതിയെന്ന അവൻ്റെ തീരുമാനം കൂടിയാ എൻ്റെ ഈ പ്രൊപ്പോസലിന് പിന്നിൽ. അതാണോ കാര്യം? പല്ലവി ചിരിച്ചു. അതുതന്നെ കളിയാക്കിയതാണെന്ന് തോന്നി ചന്ദ്രികയ്ക്ക്. നീ എന്താടി ചിരിക്കുന്നത്? അവൾ കൈ ചൂണ്ടി. ഒന്നുമില്ല അപ്പച്ചി. ചോദിക്കാൻ മറന്നു. മറ്റേ കേസിൽ നിന്ന് ഊരിപ്പോരാൻ എത്ര ലക്ഷം മുടക്കി? പത്രത്തിലൊക്കെ ഫോട്ടോ സഹിതം കണ്ടിരുന്നേ. പിന്നെ പോലീസുകാർക്ക് നടുവിൽ മുഖം മറച്ചുകൊണ്ട് ഗൗതം ചേട്ടൻ നടന്നു പോകുന്നത് ടി വിയിലും കണ്ടു. ചന്ദ്രിക വല്ലാതെയായി. ഗോപിദാസും തങ്കവും സ്തബ്ധരായി. ഇവളിങ്ങനെ പറയുമെന്ന് ഇരുവരും കരുതിയിരുന്നില്ല. 1 വർഷം മുമ്പായിരുന്നു സംഭവം. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമായി ഗൗതം പ്രണയം നടിച്ചു. മാസങ്ങളോളം അവളെ പീഡിപ്പിച്ച ശേഷം കൈയൊഴിഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഗൗതം പോലീസ് കസ്റ്റഡിയിലായി. 14 ദിവസം റിമാൻഡിലും. ആകെ നാണക്കേടിലായ ദത്തനും ചന്ദ്രികയും പണം വാരിയെറിഞ്ഞ് അവസാനം കേസ് ഒതുക്കുകയായിരുന്നു. ഈ വിവരം അറിയാവുന്ന അന്തസ്സുള്ള കുടുംബത്തിൽപ്പെട്ടവർ ആരും ഗൗതമിന് പെണ്ണു കൊടുക്കില്ലെന്ന് ചന്ദ്രികയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ അച്ഛനമ്മമാരുമായി ആലോചിച്ചിട്ടാണ് അവളിങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതിസുന്ദരിയായ ഒരു പെണ്ണ് മകൻ്റെ ഭാര്യയായി വരുന്നത് നാട്ടുകാരെ കാണിക്കണം എന്നൊരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പല്ലവിയുടെ തുറന്നുള്ള പറച്ചിൽ ആദ്യത്തെ ജാലിത മാറിയപ്പോൾ ചന്ദ്രിക പല്ല് കടിച്ചുകൊണ്ട് ചീറി. എങ്കിൽ എൻ്റെ മോന് നല്ലൊരു കല്യാണം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് ഇപ്പോൾ ഉറപ്പായി. തെണ്ടിത്തിരിഞ്ഞ് നടന്ന് മാനം വിറ്റ് ജീവിക്കാതെ ഒരു കര പറ്റിക്കോട്ടെ നീയൊക്കെ എന്ന് വിചാരിക്കുമ്പം. ചന്ദ്രിക മുറ്റത്തേക്കിറങ്ങി. അയാൾ വീടുകളിലെ ചിലരൊക്കെ വേലിക്കൽ വന്നു നിന്ന് എത്തി നോക്കുന്നത് അവർ കണ്ടു. അതോടെ ചന്ദ്രികയ്ക്ക് വീറും കൂടി. നീ ഇപ്പം സദ്യ വിളമ്പാൻ പോകുന്നതൊക്കെ ഞാൻ അറിഞ്ഞടി. നിനക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. നീ കാതേൽ നുള്ളിക്കോ. ഒരു കല്യാണം കിട്ടാതെ നീ മൂത്ത് നരച്ച് നരകിക്കുന്നത് ഞാൻ ഈ കണ്ണുകൾ കൊണ്ട് കാണും. ചന്ദ്രികയെ ഗോപിദാസ് ദേഷ്യം കൊണ്ട് വിറച്ചു. ചേട്ടൻ വേറെ പണി നോക്ക്. അവൾ വെട്ടിത്തിരിഞ്ഞ് ഓട്ടോയിൽ നിന്ന് ഒരു ബാഗ് വലിച്ചിറക്കി അത് തിണ്ണയിൽ കൊണ്ടുവച്ചു. ഇത്രയും കാലം അച്ഛനെയും അമ്മയെയും നോക്കിയത് ഞാനാ. ഇനി പറ്റത്തില്ല. അച്ഛനമ്മമാരെ നോക്കേണ്ടത് ആൺമക്കളുടെ കടമയാ. ഇപ്പോൾ ഗോപിദാസിൽ പകർച്ച പ്രകടമായി. ഇല്ലായ്മയ്ക്കിടയിലേക്ക് ഇവരും കൂടി. അയാളുടെ മനോവ്യത തങ്കത്തിനും പല്ലവിക്കും മനസ്സിലായി. പല്ലവി പെട്ടെന്ന് പറഞ്ഞു. സന്തോഷം. വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും കൂടെ ഒരു നാൾ പോലും ഞാനും ബാലുവും താമസിച്ചിട്ടില്ല. എൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അവർ രണ്ടും ഇവിടം വിട്ടു പോയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ മാധവനെയും ഭാനുമതിയെയും പാളി നോക്കി. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് ഇരിപ്പ്. എല്ലാം ഇവർ നേരത്തെ തീരുമാനിച്ചുറച്ചതാണെന്ന് വ്യക്തം. അല്ലെങ്കിൽ ഭാഗമായി വരില്ലല്ലോ. പിന്നെ അപ്പച്ചി, ചന്ദ്രികയോട് പല്ലവി തുടർന്നു, ആരോഗ്യമുള്ള സമയം വരെ ചില പെൺമക്കൾ മാതാപിതാക്കളെ കൂടെ നിർത്തും. കാരണം വേറെ പണിക്കാരെ വയ്ക്കണ്ടല്ലോ. ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. പണിക്കാർക്ക് കൊടുക്കുന്ന കൂലി മിച്ചം. എടി, ചന്ദ്രിക അട്ടഹസിച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളി. ഞാൻ പറഞ്ഞു തീർന്നില്ല അപ്പച്ചി. ഇതൊരു ലോകനീതിയാ. കുടുംബത്ത് താമസിക്കുന്ന ആൺമക്കൾ മാതാപിതാക്കളുടെ ഭാരം ഏൽക്കണമെന്നുള്ളത്. ഒപ്പം നിന്നാലും അച്ഛനും അമ്മയും കിട്ടുന്നതൊക്കെ പെൺമക്കൾക്ക് കൊടുക്കുകയും ചെയ്യും. തങ്കത്തിന് മകളെ വിലക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. താൻ മനസ്സിലടക്കി വെച്ചിരുന്ന സങ്കടങ്ങളാണ് അവളിലൂടെ പുറത്തു വരുന്നത്.
പെട്ടെന്ന് ചിറയിലെ റോഡ് വഴി ഒരു ബുള്ളറ്റ് ബൈക്ക് വന്ന് അവിടെ നിന്നു. അത് സ്റ്റാൻഡിൽ വെച്ചിട്ട് കസവും മുണ്ടും ഷർട്ടും ധരിച്ച ഒരാൾ ഇറങ്ങി. കഴുത്തിൽ വയറിന് താഴെ വരെ എത്തുന്ന കട്ടിയുള്ള സ്വർണ്ണമാല, 8 വിരലുകളിലും മോതിരങ്ങൾ, കൂടാതെ ബ്രേസ്ലെറ്റും സ്വർണ്ണ നിറമുള്ള വാച്ചും. അയാൾ മുഖത്തു നിന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റി. ദത്തൻ, ചന്ദ്രികയുടെ ഭർത്താവ്. നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ചന്ദ്രിക ഭർത്താവിനെ നോക്കി. ദത്തൻ ഒന്ന് ചിരിച്ചു. അല്ല, നീ ഇത്രയും താമസിച്ചപ്പോൾ കാര്യങ്ങൾ എന്തായി എന്നറിയാൻ. എല്ലാം ഭംഗിയായി. ഇനി ക്ഷണക്കത്തടിച്ച് ആളുകളെ ക്ഷണിച്ചാൽ മാത്രം മതി, ചന്ദ്രിക പരിഹസിച്ചു. തൻ്റെ ചമ്മൽ ദത്തൻ പുറത്തു കാണിച്ചില്ല. അയാൾ ഗോപിദാസിനോട് തിരക്കി. സുഖമില്ലേ അളിയ? ആ, ഗോപിദാസ് ചെറുതായി നിശ്വസിച്ചു. അളിയൻ്റെ വിശേഷം തിരക്കാൻ വന്നിരിക്കുന്നു. അതോ നിങ്ങൾ പഴയ സ്വപ്നറാണിയെ കാണാൻ വന്നതാണോ? ഉച്ചത്തിലായിരുന്നു ചന്ദ്രികയുടെ ചോദ്യം. ദത്തൻ വിളറി. അതേ അവസ്ഥ തന്നെയായിരുന്നു ഗോപിദാസിനും തങ്കത്തിനും. പല്ലവിക്കും ബാലുവിനും മാത്രം പിടുത്തം കിട്ടിയില്ല. ചന്ദ്രികയെ ഒന്ന് പതുക്കെ, ദത്തൻ ശബ്ദം താഴ്ത്തി. എന്തിന് പതുക്കെയാക്കണം? ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമായിരുന്നില്ലേ നിങ്ങൾ തങ്കത്തിൻ്റെ പിറകെ പണ്ട് മണം പിടിച്ചു നടന്നത്? മോളെ, മാധവനും ഭാനുമതിയും ഒന്നിച്ചു വിളിച്ചു. ചന്ദ്രിക അത് ശ്രദ്ധിച്ചതുകൂടിയില്ല. അപ്പുറത്തെ വീട്ടിലെ ദമയന്തിയും ഭർത്താവ് ഭാർഗവനും പരസ്പരം നോക്കി ചിരിച്ചു. തൻ്റെ നെഞ്ചിനുള്ളിൽ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു ഗോപിദാസിന്. തൻ്റെ മക്കളുടെ മുന്നിൽ വെച്ചാണ് ചന്ദ്രിക ഇതൊക്കെ വിളിച്ചു പറഞ്ഞത്. അയാൾ ഓർത്തു, ഒരു ഷാപ്പിലെ ചെത്തുകാരനായിരുന്നു താനും ദത്തനും. അതിലുപരി അടുത്ത സുഹൃത്തുക്കൾ. ദത്തന് തങ്കത്തിന് ഇഷ്ടമായിരുന്നു എന്നത് മാത്രം താൻ അറിഞ്ഞില്ല. തങ്കവും. പക്ഷേ തങ്കം തൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതോടുകൂടി ദത്തൻ തന്നിൽ നിന്ന് അകന്നു. അവൻ ചെത്തു നിർത്തി. പക്ഷേ പലയിടത്തും രഹസ്യമായി കള്ളു വിൽക്കുന്നുണ്ട് എന്നറിഞ്ഞു. തന്നെയും കൂട്ടിയാണ് നിരീക്ഷണത്തിന് ഇറങ്ങിയത് ഷാപ്പുടമ. തങ്ങൾ കണ്ടത് അതുവരെ കാണാത്ത കാഴ്ച. ദത്തൻ ദിവസവും 40-50 ലിറ്റർ കള്ളു വിൽക്കുന്നു. അത് എവിടെ നിന്ന് കിട്ടുന്നുവെന്നായി പിന്നീടുള്ള അന്വേഷണം. ഒടുവിൽ അതും കണ്ടെത്തി. ആയുർവേദ കടയിൽ നിന്ന് കിരിയാത്ത എന്ന സാധനം വാങ്ങി വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നു. പിന്നെ 25 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ പാവയ്ക്ക എന്ന കണക്കിൽ ചതച്ചു കിഴിക്കെട്ടിയിടുന്നു. പിന്നീട് കിരിയാത്ത വെന്ത വെള്ളം അതിൽ കലർത്തി കുറച്ച് പഞ്ചസാരയിട്ട് കെട്ടിവയ്ക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത മൂത്ത കള്ളാവും. ഈ കണ്ടുപിടുത്തം ഷാപ്പുടമയെ അത്ഭുതപ്പെടുത്തി. അതോടെ അയാൾ ദത്തനെ ഒപ്പം ചേർന്നു, ഷാപ്പിൻ്റെ പാർട്ട്ണറാക്കി. പിന്നീടുള്ള ദത്തൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു. 6 മാസത്തിനുള്ളിൽ അവൻ ദത്തൻ മുതലാളിയായി. പഴയ ചെത്തുകാരനായിരുന്ന അച്ഛന് ഷാപ്പുടമയായ ദത്തനോട് ആരാധന തോന്നിയത് സ്വാഭാവികം. തന്നോടുള്ള ദേഷ്യം തീർക്കാൻ കൂടിയാണ് ദത്തൻ ചന്ദ്രികയെ വിവാഹമാലോചിച്ച് അച്ഛനെ സമീപിച്ചത്. തൻ്റെ എതിർപ്പിനെ മറികടന്ന് അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു. അന്ന് അച്ഛൻ തന്നോട് പറഞ്ഞത് ഇന്നും കാതിലുണ്ട്. എടാ, നിന്നെപ്പോലെ വെറും ചെത്തുകാരനല്ല ദത്തൻ, അവൻ ഷാപ്പുടമയാ. എൻ്റെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യൻ. തങ്കത്തിന് ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന ചന്ദ്രികയ്ക്കും ആ വിവാഹത്തോട് വലിയ താല്പര്യമായിരുന്നു. ചന്ദ്രികയുടെ അട്ടഹാസമാണ് ഗോപിദാസിൻ്റെ ചിന്തയെ മുറിച്ചത്. നിങ്ങൾ ഇനിയും മണം പിടിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വരുന്നുണ്ടോ മനുഷ്യ? അവൾ ആരോട് യാത്ര പറയാതെ ചെന്ന് ബൈക്കിനടുത്ത് നിന്നു. ഓട്ടോ ഡ്രൈവറോട് പോയിക്കൊള്ളാനും പറഞ്ഞു. ദത്തൻ പെട്ടെന്ന് ചെന്ന് ബൈക്കിൽ കയറി. പല്ലവിയെ സൂക്ഷിച്ചൊന്ന് നോക്കി അമർത്തി മൂളിക്കൊണ്ട് ചന്ദ്രികയും. ദത്തൻ ചെറിയിലൂടെ നേരെ ബൈക്കോടിച്ച് പോയി. ഒരു മഹായുദ്ധ അവസാനിച്ച പ്രതീതിയായിരുന്നു അവിടെ. അയൽക്കാർ അടക്കം പറഞ്ഞുകൊണ്ട് വേലിക്ക് നിന്ന് പിന്മാറി. രാത്രി തങ്കം അത്താഴം വിളമ്പി വെച്ചിട്ട് മാധവനെയും ഭാനുമതിയെയും കഴിക്കാൻ വിളിച്ചു. ചോറിനൊപ്പം പയറുതോരനും ഉണക്കമീൻ വറുത്തതും ചമ്മന്തിയുമേ ഉണ്ടായിരുന്നുള്ളൂ. ചോറിന് മുന്നിലിരുന്ന ഭാനുമതി ദേഷ്യത്തോടെ മരുമകളെ നോക്കി. പച്ചമീനോ ഇറച്ചിയോ ഒന്നുമില്ലടി, ഇതിനെ പറ്റിയുള്ളൂ, തങ്കം പതുക്കെ പറഞ്ഞു. ഭാനുമതി പാത്രം നീക്കി വെച്ചു. ഇറച്ചിയോ മീനോ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഇങ്ങനത്തെ ആഹാരം കഴിച്ച കാലം പോലും ഞാൻ മറന്നു. അവർ എഴുന്നേറ്റു. മാധവ് കഴിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഭാര്യ എഴുന്നേറ്റത് കണ്ടതും പാത്രത്തിലേക്ക് കൈക്കുടഞ്ഞ് അയാളും എഴുന്നേറ്റു. എല്ലാം കണ്ടും കേട്ട് നിൽക്കുകയായിരുന്നു പല്ലവി. അവരെ മോഷിപ്പിക്കുന്ന ഒന്നും പറഞ്ഞുകൂടാ എന്ന് ഗോപിദാസ് മകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനാൽ തന്നെ അവൾ ബഹുമാനത്തോടെ ഭാനുമതിയുടെ അടുത്തെത്തി. വല്യമ്മ, ഇന്ന് ഇതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യേ, നാളെ നമുക്ക് ഇറച്ചിയോ മീനോ വാങ്ങാം. പക്ഷേ ഭാനുമതി വഴങ്ങിയില്ല. ഇതെൻ്റെ പട്ടി പോലും തിന്നത്തില്ല. വല്യമ്മയ്ക്ക് പട്ടിയുണ്ടോ? അപ്പുറത്തു നിന്ന് ബാലു വിളിച്ചു ചോദിച്ചു. പാ പോടാ, മുഖമടിച്ചൊരാട്ടായിരുന്നു ഭാനുമതിയുടെ മറുപടി. പിന്നെ അവർ കലിപ്പോടെ പോയി കൈ കഴുകി. മാധവനും. തങ്കം ഗോപിദാസിനുള്ള കഞ്ഞിയുമായി ചെല്ലുമ്പോൾ അയാൾ ചിന്താധീനായിരുന്നു. ഗോപിയേട്ടാ, അവർ വിളിച്ചു. നിനക്കുണ്ടായിരുന്ന മനസ്സമാധാനവും പോയെന്ന് തോന്നുന്നുണ്ടോ? സങ്കടത്തോടെ അയാൾ തിരക്കി. ഏയ്, തങ്കം ചിരിക്കാൻ ശ്രമിച്ചു. എന്തൊക്കെ പറഞ്ഞാലും അവർ നിങ്ങളുടെ അച്ഛനും അമ്മയുമല്ലേ, ഞാൻ സഹിച്ചോളാം. ആ മറുപടി ഗോപിദാസിനെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു. അടുത്തതായി അവിടെ ഉണ്ടായ വിഷയം മാധവനെയും ഭാനുമതിയെയും എവിടെ കിടത്തുമെന്നുള്ളതായിരുന്നു. തങ്കവും പല്ലവിയും കൂടി ആലോചിച്ചു.
ഗോപിദാസ് കിടക്കുന്ന മുറി ഏതായാലും പറ്റില്ല. പിന്നെ ആകെയുള്ളത് പല്ലവിയും ബാലുവും കിടക്കുന്ന മുറിയാണ്. സാരമില്ലമ്മേ, ഞാനും ബാലുവും അടുക്കളയിൽ കിടന്നോളാം, പല്ലവി പറഞ്ഞു. അത് വേണ്ട, അച്ഛൻ്റെ മുറിയിൽ ഞാൻ കിടക്കുന്ന കട്ടിലിൽ നീയും ബാലുവും കൂടി കിടക്ക്. ഞാനിവിടെ അടുക്കളയിൽ കൂടിക്കോളാം. തങ്കത്തിൻ്റെ അഭിപ്രായം പല്ലവി നിരസിച്ചു. അമ്മ ഇവിടെ തന്നെ കിടന്നാൽ മതി. അപ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ അപ്പുറത്ത് കേട്ടു. തിടുക്കത്തിൽ തങ്കവും പല്ലവിയും അങ്ങോട്ട് ചെന്നു. തിണ്ണയിലിരുന്ന് പഠിക്കുകയായിരുന്ന ബാലുവും. മുന്നിലെ കാഴ്ച അവരെ അമ്പരപ്പിച്ചു. പല്ലവിയുടെയും ബാലുവിൻ്റെയും പുസ്തകങ്ങളടക്കമുള്ള സാധനങ്ങൾ പുറത്തെടുത്തിട്ടിരിക്കുന്നു. വാതിൽക്കൽ അവരെ തന്നെ നോക്കി വിജയഭാവത്തിൽ നിൽക്കുന്നു ഭാനുമതി. പിന്നെ അവർ വാതിൽ അടയ്ക്കുകയും ചെയ്തു. ബാലു പറഞ്ഞു, ഈ തള്ളയെ ഇന്ന് ഞാൻ കൊല്ലും. പല്ലവി പെട്ടെന്ന് അവനെ ചുറ്റിപ്പിടിച്ച് വാപ്പൊത്തി. എടാ മിണ്ടരുത്. സാധനങ്ങൾ വീണ്ടും അടുക്കിപ്പെറുക്കി വെച്ചിട്ട് പല്ലവി ഉറങ്ങാൻ കിടന്നപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ കുളിക്കാൻ അവൾ ബാത്റൂമിൽ കയറി. 7 മണി കഴിഞ്ഞിരുന്നു. മാധവനും ഭാനുമതിയും ഇനിയും എഴുന്നേറ്റില്ല. ബാലുവിനെ പാൽ വാങ്ങാൻ വിട്ടിരിക്കുകയാണ്. പല്ലവി വസ്ത്രങ്ങൾ അഴിച്ച് അയയിൽ തൂക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ വെന്റിലേഷനിൽ ഉടക്കി. അവൾ കൈകൾ പിണച്ചു മാറുമറച്ചു. അവിടെ വെന്റിലേഷനിൽ ഒരു സെൽഫോൺ. തൻ്റെ ഉടലാകെ ഒരു വിറയൽ ബാധിച്ചതുപോലെ തോന്നി പല്ലവിക്ക്. ഫോണിന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ തിടുക്കത്തിൽ വസ്ത്രങ്ങൾ വീണ്ടും അണിഞ്ഞു. അപ്രതീക്ഷിതമായി ഏറ്റ അമ്പരപ്പ് മാറാൻ പിന്നെയും സമയമെടുത്തു. ചത്ത എലിയെ എടുക്കുന്നത് പോലെ അവൾ ആ ഫോൺ എടുത്തു നോക്കി. അത് വീഡിയോ റെക്കോർഡിംഗ് മോഡലിലാണെന്ന് കണ്ടു. പെട്ടെന്ന് പല്ലവി അത് കട്ട് ചെയ്യുകയും അതുവരെ റെക്കോർഡിലായ ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ കാൽപ്പത്തികൾ തറയിലൂന്നി വെന്റിലേഷനിലൂടെ എത്തി നോക്കി. ആ പരിസരത്തെങ്ങും ആരെയും കണ്ടില്ല. വിളഞ്ഞു കിടക്കുന്ന നെല്ലുകളിൽ പറ്റിപ്പിടിച്ച മഞ്ഞത്തുള്ളികൾ ഇളം വെയിലിൽ വെള്ളിപ്പൊട്ടി വിതറിയതുപോലെ തിളങ്ങുന്നത് മാത്രം കണ്ടു. ആരായിരിക്കും ഇതിവിടെ വെച്ചത്? താൻ ഇതുവരെ കണ്ടിട്ടുള്ള ഫോണല്ല ഇതെന്നും അവൾക്ക് മനസ്സിലായി. ഫോൺ ബക്കറ്റിനടുത്ത് വെച്ചിട്ട് തിടുക്കത്തിൽ പല്ലവി അവിടെ നിന്നിറങ്ങി. നീ ഇത്ര വേഗം കുളിച്ചു കഴിഞ്ഞോ? തങ്കം അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ഇല്ലമ്മേ, ഒരു സാധനം എടുക്കാൻ മറന്നു, പറഞ്ഞുകൊണ്ട് അവൾ ചെന്ന് തലേന്നത്തെ പത്രം എടുത്തു. തലേന്ന് കടയിൽ വിൽക്കാനിട്ട പത്രങ്ങളിൽ ഒന്നും മീതി വന്നതായിരുന്നു അത്. വൈകിട്ട് വായിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. തിണ്ണയിലെ കസേരയ്ക്കിടയിൽ കിടപ്പുണ്ടായിരുന്നു. പല്ലവി അതെടുത്ത് വേഗത്തിൽ മറിച്ചു നോക്കി. അതിലൊരു ന്യൂസ് കണ്ടു. ആലപ്പുഴ SP യോട് ഫോണിൽ ചോദിക്കാം എന്നായിരുന്നു തലക്കെട്ട്. ആലപ്പുഴ SP ഒരു സ്ത്രീയാണെന്ന് പല്ലവിക്ക് അറിയാമായിരുന്നു. പത്രവുമായി അവൾ ബാത്റൂമിലെത്തി. പിന്നെ ഫോട്ടോ എടുത്ത് അതിലെ ക്ലിപ്പിങ്ങുകൾ പരിശോധിച്ചു. അശ്ലീല വീഡിയോകളുടെ ഒരു പരമ്പര തന്നെയുണ്ടായിരുന്നു. അതിൽ ഏതോ ഞരമ്പ് രോഗിയുടേതാണ് ഈ ഫോൺ എന്നുറപ്പ്. പല്ലവി അതിൽ കുറേ വീഡിയോ ക്ലിപ്പിങ്ങുകൾ SP-യുടെ സെൽഫോണിലേക്ക് അയച്ചു. ശേഷം ഫോൺ പഴയപടി അവിടെ തന്നെ വെച്ചു. തുടർന്ന് വേഗം കുളി കഴിഞ്ഞ് വേഷം മാറി. അന്ന് അവൾക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നു. 9 മണിക്ക് അക്കരെ റോഡിൽ വണ്ടി എത്തുമെന്നാണ് തങ്കച്ചയ്യൻ പറഞ്ഞിരിക്കുന്നത്. മാധവനും ഭാനുമതിയും ഇനിയും എഴുന്നേറ്റിട്ടില്ല. അത്യാവശ്യം ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ട് പല്ലവി വീണ്ടും ബാത്റൂമിൽ ചെന്ന് നോക്കി. ഫോൺ അവിടെ കാണാനില്ല. അവളുടെ മുഖത്ത് ഒരു ഗൂഢമന്ദഹാസം വിരിഞ്ഞു. മോളെ, തങ്കത്തിൻ്റെ വിളി. ഇതാ വരുന്നമ്മേ. പല്ലവി അടുക്കളയിൽ ചെന്നു. തങ്കം കണുക്കാപ്പി ഇട്ട് വെച്ചിരുന്നു. ബാലു പാല് കൊണ്ടുവന്നില്ലേ അമ്മേ? അവൾ ചുറ്റും നോക്കി. ദേ, ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. നീ ഇത് അച്ഛനും അമ്മാവനും അമ്മാവിക്ക് കൊടുക്ക്. തങ്കം ഗ്ലാസുകൾ ഒരു പാത്രത്തിൽ വെച്ച് അവളെ ഏൽപ്പിച്ചു. ഇനി വല്യച്ഛനും വല്യമ്മയും കടുങ്കാപ്പി കുടിക്കുമോ ആവോ? പിറുപ്പുറത്തുകൊണ്ട് അവൾ പോയി. ഗോപിദാസ് ഉണർന്നു കാപ്പി പ്രതീക്ഷിക്കുകയായിരുന്നു. പല്ലവി അച്ഛനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ഒരു തലയണ വെച്ച് അതിൽ ചാരിയിരുത്തി. പിന്നെ കാപ്പി കയ്യിൽ ഏൽപ്പിച്ചു. അച്ഛനും അമ്മയെ എന്തിയെ മോളെ? അയാൾ സംഭവത്തോടെ ചോദിച്ചു. എണീറ്റിട്ടില്ല, ഞാൻ വിളിക്കാൻ പോകുക. അവൾ കാപ്പിയുമായി അടഞ്ഞ വാതിൽക്കലെത്തി. മെല്ലെ അതിൽ തട്ടി വിളിച്ചു. അനക്കമില്ല. അല്പം കൂടി കഴിഞ്ഞ് വീണ്ടും മുട്ടി വിളിച്ചു. ഇത്തവണ അകത്ത് പിറുപിറുക്കലുകൾ കേട്ടു. ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? വാതിൽ തുറക്കപ്പെട്ടു. വീർത്ത മുഖവുമായി ഭാനുമതി. എന്തൊരു കൊതുകാടി ഇവിടെ! രാത്രി ഒരു പോള കണ്ണടച്ചില്ല. വെളുപ്പിനാ ഒന്നുറങ്ങിയത്. അപ്പോഴേക്കും വിളിച്ചുണർത്തി. അവർ അനിഷ്ടത്തോടെ പറഞ്ഞു. കൊതുകുകൾക്ക് അറിയില്ലല്ലോ വല്യമ്മേ, നിങ്ങൾ AC-യിൽ കഴിഞ്ഞവരാണെന്ന്. സാരമില്ല, ക്രമേണ പൊരുത്തപ്പെട്ടോളൂ. പരിഹാസമാണെന്ന് അറിഞ്ഞിട്ടും ഭാനുമതി മറുപടി പറഞ്ഞില്ല. പകരം കടും കാപ്പിയിലേക്ക് തുറച്ചു നോക്കി. എനിക്ക് രാവിലെ ചായയാ പതിവ്. ഇനി അങ്ങനെ ചെയ്യാം. തൽക്കാലം ഇത് കഴിക്കുന്നോ അതോ? വേണ്ട. അവർ വീണ്ടും വാതിലടച്ചു. പല്ലവി തിരികെ അടുക്കളയിൽ കാപ്പിയുമായി മടങ്ങിയെത്തി. എന്താടി, അവർ കഴിച്ചില്ലേ? തങ്കം നെറ്റിച്ചുളിച്ചു. തമ്പ്രാനും തമ്പ്രാട്ടിക്കും ചായയെ ഇറങ്ങും. അതും പറഞ്ഞ് ഒരു സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് പല്ലവി കാപ്പി ഗ്ലാസ് എടുത്ത് മെല്ലെ ഊതി കുടിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞു. ബാലു ചിറയിലെ റോഡിൽ പുത്തനാറിലേക്ക് നോക്കി നിന്ന് പല്ല് തേക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ വീടിനുള്ളിലേക്ക് ഓടി വന്നു. ചേച്ചി, പോലീസ്! കാര്യം മനസ്സിലായെങ്കിലും അവൾ അജ്ഞത നടിച്ചു. പോലീസോ? എവിടെ? 3 പേരുണ്ട്. പാലം ഇറങ്ങി വരുന്നു.
തങ്കവും പല്ലവിയും അടുക്കള വാതിൽക്കൽ നിന്ന് എത്തി നോക്കി. പോലീസുകാർ അവരുടെ വീടും പിന്നിട്ട് മുന്നോട്ട് നീങ്ങി. ദമയന്തിയുടെയും ഭാർഗവന്റെയും വീടിൻ്റെ തടിഗേറ്റിന് മുന്നിൽ ഒരു നിമിഷം നിന്ന ശേഷം ചുറ്റും ശ്രദ്ധിച്ചു. ബാലു തിണ്ണയിൽ നോക്കി നിൽക്കുന്നത് കണ്ടു. "ഇങ്ങോട്ട് വാടാ." അവരിൽ ഒരാൾ അവനെ കൈയാട്ടി വിളിച്ചു. ബാലുവിന് പേടി തോന്നി, എങ്കിലും ഇറങ്ങിച്ചെന്നു. കഥ തുടരും.